നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ ദശാബ്ദങ്ങളായി തുടരുന്ന ചോരക്കളിക്ക് വിരാമമിടാൻ ഒടുവിൽ നിർണായക നീക്കം. ഗാസയിൽ ഹമാസും മറ്റ് സായുധ സംഘങ്ങളും പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാനുള്ള കരാറിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഈ ബോൾഡ് ഓഫ് പീസ് തയ്യാറാക്കിയ സമാധാന പദ്ധതിക്ക് ഹമാസ് പൂർണ്ണ അംഗീകാരം നൽകിയതായും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും മുതിർന്ന ഹമാസ് നേതാവ് തന്നെ BBC-യോട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഗാസയിലെ സമ്പൂർണ്ണ നിരായുധീകരണത്തിനുള്ള സമാധാന നിർദ്ദേശം അംഗീകരിക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്ന ഹമാസിന്റെ ഈ നിലപാട് മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളെ പാടെ തിരുത്തി എഴുതുന്ന ഒന്നാണ്. ട്രംപ് പ്രഖ്യാപിച്ച 20 ദിന സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ ചരിത്രപരമായ കരാർ രൂപപ്പെട്ടു കഴിഞ്ഞു. മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പരിശ്രമങ്ങളെ വാനോളം പ്രശംസിച്ച ട്രംപ് ഈ നീക്കം പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും വഴിയൊരുക്കുമെന്നും തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അവകാശപ്പെട്ടു. എന്നാൽ ട്രംപ് കൊണ്ടുവന്ന നിർദ്ദിഷ്ട കരാറിലെ വ്യവസ്ഥകളിൽ ഇസ്രായേൽ ഒട്ടും തൃപ്തരല്ലെന്ന വാർത്തകൾ പുറത്തുവരുന്നത് വീണ്ടും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കൈറോയിലെ നടന്ന ചർച്ചകളിൽ അപൂർവ പുരോഗതി ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും നിർദ്ദേശിക്കപ്പെട്ട ഉപാധികൾ ടെൽ അവീവിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഗാസയുടെ പൂർണ്ണമായ സൈനിക വിമുക്തതയും ആയുധ ശേഖരത്തിന്റെ പൂർണ്ണ നാശവും സംബന്ധിച്ച് വിട്ടുവീഴ്ച ഇല്ലാത്ത കർശന നിലപാടാണ് ഇസ്രായേൽ തുടരുന്നത്. ട്രംപിന്റെ 20 ദിന പദ്ധതി അനുസരിച്ച് വിന്യസിക്കപ്പെട്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെയാകും സമാധാന പ്രക്രിയ പൂർത്തിയാവുക. കരാർ പ്രകാരം ഇരു കൂട്ടരും നിലവിലെ തൽസ്ഥിതി തുടരുകയും ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കുകയും വേണം. കരാറ് പ്രാബല്യത്തിൽ വന്ന് 72 മണിക്കൂറിനകം ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മുഴുവൻ ബന്ദികളെയും തിരികെ നൽകേണ്ടതുണ്ട്. ഇതിന് പകരമായി ഇസ്രായേൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 250 പേരുൾപ്പെടെ 1700 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാൻ തയ്യാറാകുന്ന ഹമാസ് പോരാളികൾക്ക് പൊതുമാപ്പ് നൽകാൻ പദ്ധതിയിൽ വ്യവസ്ഥയുണ്ടെന്നാണ് മറ്റൊരു പ്രധാന കാര്യം. സമാധാനപരമായ സഹവർത്തിത്വത്തിൽ സന്നദ്ധരാകുന്നവർക്ക് ഗാസയിൽ തുടരാൻ അനുവാദം നൽകുമെങ്കിലും അത് നിരസിക്കുന്നവർക്ക് സുരക്ഷിതമായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ സൗകര്യമൊരുക്കും. അതേസമയം ഗാസയിലെ തുരങ്കങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സായുധ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായി തകർക്കപ്പെടുകയും സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ നിരായുധീകരണം നടപ്പിലാക്കുകയും ചെയ്യും. നിരായുധീകരണം പ്രക്രിയ പൂർണ്ണമാകുന്ന മുറയ്ക്ക് ഗാസയിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഘട്ടം ഘട്ടമായി പിന്മാറും. ഇതിനുശേഷമുള്ള ഇടക്കാല കാലയളവിൽ സുരക്ഷ പരിപാലിക്കാൻ അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സും പുനഃസംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. പുതിയ ഫലസ്തീൻ പോലീസും സംയുക്തമായി ചുമതലയേൽക്കും. അയൽ രാജ്യങ്ങൾക്ക് യാതൊരുവിധ ഭീഷണിയും ഉയർത്താത്ത ഭീകരമുക്ത മേഖലയായി ഗാസയെ മാറ്റുകയാണ് അന്താരാഷ്ട്ര സേനയുടെ പ്രധാന ലക്ഷ്യം. ഗാസയുടെ ഭരണ സംവിധാനത്തിൽ നിന്ന് ഹമാസിനെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ ഭരണക്രമമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഫലസ്തീൻ പ്രാദേശിക വിദഗ്ധരും അന്താരാഷ്ട്ര പ്രൊഫഷണലുകളും അടങ്ങുന്ന ഒരു സാങ്കേതിക സമിതിക്കായിരിക്കും ഗാസയുടെ ദൈനംദിന ഭരണ ചുമതല. ട്രംപ് അധ്യക്ഷനായ ബോൾഡ് ഓഫ് പീസ് ആയിരിക്കും ഇതിന്റെ പൂർണ്ണ മേൽനോട്ടം. ഇതിനു പുറമെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡോളി ബ്ലെയർ ഉൾപ്പെടെയുള്ള പ്രമുഖരും ഇതിന്റെ മേൽനോട്ടത്തിൽ പങ്കാളികൾ ആയേക്കും. വർഷങ്ങളായി യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ സാമ്പത്തിക വീണ്ടെടുപ്പിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കരാറിൽ വലിയ മുൻഗണന തന്നെ നൽകുന്നുണ്ട്. കരാറ് യാഥാർത്ഥ്യമാകുന്നതോടെ റഫ അതിർത്തി തുറക്കുകയും ഐക്യരാഷ്ട്രസഭ, റെഡ് ക്രസന്റ് എന്നിവ വഴി വൻതോതിലുള്ള മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ ഒഴുകിയെത്തുകയും ചെയ്യും. ഫലസ്തീനികളെ ഗാസയിൽ നിന്ന് നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യും. അവിടെ തന്നെ താമസിച്ച് പുതിയ ഗാസ കെട്ടിപ്പടുക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് വ്യവസ്ഥയുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെയാണ് നിലവിലെ യുദ്ധത്തിന് തുടക്കമായത്. ആക്രമണത്തിൽ 1200ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇസ്രായേൽ നടത്തിയ അതിരൂക്ഷമായ തിരിച്ചടിയിൽ 73,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഗാസ പൂർണ്ണമായി തകരുകയും ചെയ്തു. ഈ വമ്പൻ മാനുഷിക ദുരിതത്തിലാണ് ട്രംപിന്റെ പുതിയ പദ്ധതിയിലൂടെ നയതന്ത്ര പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. എങ്കിലും കരാറിന്റെ യാഥാർത്ഥ്യവൽക്കരണം
ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുമെന്ന് കണ്ടു തന്നെ അറിയണം. ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഹമാസിനുള്ള തീവ്ര വിഭാഗങ്ങൾ തയ്യാറാകുമോ എന്നതും ഇസ്രായേൽ സർക്കാരിലെ വലതുപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പുകളെ അതിജീവിച്ച് നെതന്യാഹുവും ഇതിന് പച്ചക്കൊടി കാട്ടുമോ എന്നുമാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യങ്ങൾ. പദ്ധതി വിജയകരമായാൽ ഫലസ്തീൻ സ്വയംഭരണത്തിലേക്കും സ്വതന്ത്ര രാഷ്ട്ര പദവിയിലേക്കുമുള്ള വഴി തുറക്കപ്പെടുമെങ്കിലും സങ്കീർണമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഈ പദ്ധതി എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത മിസൈൽ ആക്രമണം ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ആദ്യഘട്ടത്തിൽ അമ്പരപ്പിച്ചു. മാസങ്ങളായി തുടർന്ന് നേടിയ വെടിനിർത്തൽ അന്തരീക്ഷം തകർക്കുകയും ഇറാനിൽ വീണ്ടും തിരിച്ചടിക്കാൻ വാഷിംഗ്ടണിന് വഴി തുറന്നു കൊടുക്കുകയും ചെയ്ത ഈ നീക്കം പ്രഥമ ദൃഷ്ടിയ അവശേഷിക്കണമെന്ന് തോന്നാം. എന്നാൽ വെടിനിർത്തലിലൂടെ ലഭിക്കുന്ന സമാധാനത്തെക്കാൾ നയതന്ത്ര രീതിയിലുള്ള ഒരു സംഘർഷം നീണ്ടിക്കൊണ്ടു പോകുന്നതാണ് തങ്ങൾക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകുക എന്ന് ഇറാനിയൻ നേതൃത്വം കണക്ക് കൂട്ടുന്നുവെന്നാണ് പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ ഇരുപക്ഷത്തിനും താല്പര്യമില്ല. കൂടുതൽ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്നു. സ്വന്തം സൈനിക ശേഷിയെ ആഗോളതലത്തിൽ നടത്തുന്നതുമായി ഒരു വൻകര യുദ്ധത്തിന് അമേരിക്ക തയ്യാറല്ല. മറുഭാഗത്ത് ഉപരോധങ്ങളാൽ തകർന്ന സമ്പദ് വ്യവസ്ഥയും ദുർബലമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായുള്ള ഇറാനും സമ്പൂർണ്ണ യുദ്ധം താങ്ങാനാവില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കേവല സൈനിക വിജയത്തിനപ്പുറം നിരന്തരമായ നയതന്ത്ര സൈനിക സമ്മർദ്ദം നിലനിൽക്കുന്നു എന്ന തന്ത്രമാണ് ടെഹ്റാൻ പയറ്റുന്നത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ശാശ്വത വെടിനിർത്തൽ ഉണ്ടായാൽ അത് ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ദോഷകരമായി ബാധിക്കും. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് എതിരെയുള്ള അമേരിക്കൻ ഉപരോധങ്ങളും അതേപടി തുടരുക തന്നെ ചെയ്യും. ആഗോള എണ്ണ വിപണിയിൽ നിന്നുള്ള ഒറ്റപ്പെടലും മാറുകയില്ല. എന്നാൽ ഇറാൻ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി നിൽക്കുമ്പോൾ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ അയൽ രാജ്യങ്ങൾക്ക് എണ്ണ കയറ്റുമതി സാധാരണ നിലയിലാകാൻ സാധിക്കുകയും ചെയ്യും. ഈ തിരിച്ചടി ഒഴിവാക്കാനാണ് ഇറാന്റെ നീക്കം. ഒരു നിയന്ത്രിത സംഘർഷം നിലനിൽക്കുമ്പോൾ കളിയുടെ വ്യാപ്തി മാറുന്നു. സൈനികമായും സാമ്പത്തികമായും വലിയ വില നൽകേണ്ടി വരുന്നെങ്കിലും ഹോർമൂസിന്റെ ഗതാഗത തടസ്സങ്ങളും ഹൂതികൾ വഴിയുള്ള ബാബ് അൽ മദബ് കടലിടുക്കിലെ ഭീഷണിയും ആഗോള കപ്പൽ ഗതാഗതത്തെയും എണ്ണ വിപണിയെയും നിരന്തരം മുൾമുനയിൽ നിർത്തുന്നു. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാൻ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് കാതോർക്കാൻ ലോകരാജ്യങ്ങൾ നിർബന്ധിതരാകുന്നു. മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളെ പുനർനിർവചിക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമുദ്രപാതകളിൽ എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതിന് പകരം ഇറാന്റെ നിബന്ധനകൾക്കും മേൽനോട്ടത്തിനും വിധേയമായി വേണം കപ്പൽ ഗതാഗതം എന്ന് വരുത്തി തീർക്കാനാണ് അവരുടെ ശ്രമം. ഭാവിയിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നതിന് പകരം ഇറാന്റെ സ്വാധീനം അംഗീകരിക്കുന്ന രീതിയിലാവണം എന്ന ലക്ഷ്യം ഈ നിരന്തര സംഘർഷത്തിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നു.